എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലും MS എക്സലിൻ്റെ ലേറ്റസ്റ്റ് വേർഷനുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന എക്സ് ലുക്കപ്പ് എന്ന ഫംഗ്ഷനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കിതൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ഇവിടെ ഒരു എംപ്ലോയി ബോണസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എംപ്ലോയി ID, ബോണസ് പെർസെൻറ്റേജ്, എംപ്ലോയി നെയിം എന്ന ഒരു ഡാറ്റാബേസും അതുപോലെ തന്നെ എംപ്ലോയി നെയിം, സാലറി, ആനുവൽ സാലറി, മാക്സിമം ബോണസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഡാറ്റാ ഷീറ്റുമുണ്ട്. എങ്ങനെയാണ് എക്സ് ലുക്കപ്പ് ഉപയോഗിച്ച് ഒരു മാക്സിമം ബോണസ് കാണുന്നത് എന്ന് നോക്കാം. ഇവിടെ ഈ ഒരു മാക്സിമം ബോണസ് എന്ന സെല്ലിൽ ഞാൻ എക്സ് ലുക്കപ്പ് എന്ന ഫംഗ്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ടാബ് കീ പ്രസ്. ഇവിടെ സെർച്ച് കീ എന്നാൽ ഏത് കീയാണ് നമുക്ക് ഡാറ്റ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് അബ്സല്യൂട്ട്ലി നമ്മളെ വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് എന്ന ഫംഗ്ഷനിൻ്റെ അതേ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് സെർച്ച് കീ ലുക്കപ്പ് വാല്യൂ എന്ന് ചോദിക്കുന്നത്. ലുക്കപ്പ് റേഞ്ച്, ഈ സെർച്ച് കീ ഏത് ലുക്കപ്പ് റേഞ്ചിലായിരിക്കണം. ഈ ലുക്കപ്പ് റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സിംഗിൾ കോളം അല്ലെങ്കിൽ സിംഗിൾ റോ ആയിരിക്കണം ലുക്കപ്പ് റേഞ്ചായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു റേഞ്ച് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു റേഞ്ച് മൾട്ടിപ്പിൾ കോളമോ മൾട്ടിപ്പിൾ റോയോ അനുവദനീയമല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ എംപ്ലോയി നെയിം ലുക്കപ്പ് വാല്യൂ കൊടുക്കുന്നു, സെർച്ച് കീ കൊടുക്കുന്നു, ലുക്കപ്പ് റേഞ്ച് അടുത്ത ഷീറ്റിലെ ഈ ഒരു റേഞ്ച് കൊടുക്കുന്നു. ഓക്കെ, കോമ. ഇവിടെ റിസൾട്ട് റേഞ്ച്. എന്താണ് റിസൾട്ട് റേഞ്ച് വേണ്ടത്? നമ്മൾക്ക് ബോണസ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് റേഞ്ചായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ബോണസ് പെർസെൻറ്റേജ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇവിടെ 5% എന്ന് വന്നിരിക്കുന്നു. ഞാനിത് ഫിൽ ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ബോണസ് പെർസെൻറ്റേജ് നമ്മളുടെ മറ്റ് മാക്സിമം ബോണസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ മാക്സിമം ബോണസ് എന്ന കോളത്തിലെ ചില പേരുകൾക്ക് നേരെ #NA എററാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലുക്കപ്പ് റേഞ്ച് കൊടുത്ത ഈ ഒരു ഡാറ്റാബേസിൽ ഇല്ലാത്ത ആളുകളാണ് ഇതിൽ NA എറർ എന്ന് വന്നിരിക്കുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് കാൽക്കുലേഷൻ മൊത്തം മാക്സിമം ബോണസ് കാണുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ്റെ അഡീഷണലായിട്ട് ഒരു കോമ ചേർക്കുന്നു. ഇപ്പോൾ കാണാം മിസ്സിംഗ് വാല്യൂ. അതായത് ഇവിടെ ഒരു വാല്യൂ മിസ്സായാൽ പകരം എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ കൊടുക്കാം, സ്ട്രിങ് ആയിട്ട് കൊടുക്കാം, അക്കങ്ങളും കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 0 എന്ന് കൊടുക്കുന്നു, 0 എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിലൊരു മാറ്റവും വന്നില്ല. ഞാൻ നേരത്തെ ചെയ്തതുപോലെ അത് താഴേക്ക് ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ കാണാം ഈ ഒരു NA എറർ വന്ന ഈ ഒരു സെല്ലെല്ലാം 0 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു ഫോർമുല ഇൻറ്റു ടോട്ടൽ സാലറി പെർ ആനം, അപ്പോൾ മാക്സിമം ബോണസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇങ്ങനെയാണ് ഓരോ എംപ്ലോയിക്കും മാക്സിമം ബോണസ് വരുന്നത്. ഈ ഒരു ഡാറ്റാബേസ് നമ്മൾ ലോജിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാത്തൊരു ഡാറ്റാബേസാണ്. ഇപ്പോൾ നമ്മൾ ഈ സാലറി ഇൻറ്റു പെർസെൻറ്റേജ് ആയിട്ടുള്ള കാൽക്കുലേഷനൊന്നും ഇല്ലാത്ത ഒരു ഡാറ്റാബേസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു എറർ വന്ന സ്ഥലത്ത് നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ ടെക്സ്റ്റ് എപ്പോഴും ഇൻവെർട്ടഡ് കോമയിലാണ് ഫങ്ഷൻസിൽ ഉപയോഗിക്കുന്നത്.
നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നോട്ട് എലിജിബിൾ ഫോർ ബോണസ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സീറോയ്ക്ക് പകരം നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇതാണ് മിസ്സിംഗ് വാല്യൂ എന്ന ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ഡാറ്റാബേസിലെ ബാബുരാജ് നാഥൻ എന്ന പേരിൻ്റെ നാഥൻ എന്നിങ്ങോട്ട് ടൈപ്പ് ചെയ്യുന്നു. നാഥൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പേരിൻ്റെ ഫസ്റ്റ് നെയിം നമ്മൾക്ക് കണ്ടെത്തണം. അപ്പോൾ ഒരു പേരിൻ്റെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിം കിട്ടിയിട്ട് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം കിട്ടിയിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിങ്ങനെ കണ്ടെത്താൻ ഈ എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈക്വൽ ടു എക്സ് ലുക്കപ്പ് സെർച്ച് കീ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കൊടുത്തതുപോലുള്ള സെർച്ച് കീ അല്ല. ഇവിടെ വൈൽഡ് കാർഡ് സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. ഈ സിമ്പിൾസാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷന് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ഈ വൈൽഡ് കാർഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞ ഫോർമുലയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് നമ്മൾ ഇൻവെർട്ടഡ് കോമയിലാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇപ്പോൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ആൻഡ് നെക്സ്റ്റ് ലുക്കപ്പ് റേഞ്ച് E2 കോമ. ഇവിടെ എവിടെയാണ് നമ്മൾക്ക് ഈ ലുക്കപ്പ് റേഞ്ച് കൊടുക്കേണ്ടത്? ഈ ഒരു റേഞ്ച് കൊടുക്കുന്നു, കോമ റിസൾട്ട് റേഞ്ച് അത് സെയിം കോളം തന്നെ കൊടുക്കുന്നു. ഈ ഒരു ഡാറ്റാബേസ് തന്നെ കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു. ഇപ്പോൾ കാണാം മിസ്സിംഗ് വാല്യൂ, ഞാനത് സ്കിപ്പ് ചെയ്യുന്നു, വീണ്ടും കോമ കൊടുക്കുന്നു. ഇനി മാച്ച് മോഡ് ഏതാണ്? അത് 2 കൊടുക്കുന്നു. 2 എന്നാൽ വൈൽഡ് കാർഡ് സെർച്ചിന് ഉപയോഗിക്കുന്ന. ഇപ്പോൾ നോക്കിയാൽ കാണാം ബാബുരാജ് നാഥൻ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുല ഒന്നുകൂടി നോക്കാം. ആദ്യം വൈൽഡ് കാർഡ് സിമ്പിൾ കൊടുത്തു, ആൻഡ് ഈ ഒരു സെല്ലുമായിട്ട് ഈ E2 സെല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ ആൻഡ് കൊടുത്തു. ദെൻ ലുക്കപ്പ് റേഞ്ച് നമ്മൾ A2 ഈ നാഥൻ എന്ന പേര് ഇൻക്ലൂഡായ ഡാറ്റാബേസ് കൊടുത്തു. റിസൾട്ട് റേഞ്ചും സെയിം തന്നെ കൊടുത്തു. ഇങ്ങനെയാണ് ഈ ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം കിട്ടിയിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വേണമെന്നുണ്ടെങ്കിൽ ഈ E2 ആൻഡ് വീണ്ടും കൊടുക്കുക. ദെൻ ഇൻവെർട്ടഡ് കോമയിൽ വൈൽഡ് കാർഡ് സിമ്പിൾ കൊടുക്കുക. ഇത് മൂന്നാമതുള്ള പേര് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെയാണ് എക്സ് ലുക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് നെയിമിൻ്റെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം എന്നിവ കണ്ടെത്തുന്നതും മാച്ച് മോഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതും. ഓക്കെ, അടുത്തതായി നമ്മൾ എക്സ് ലുക്കപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു 2-വേ ലുക്കപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡാറ്റ വാലിഡേഷൻ ഡ്രോപ്പ് ഡൗൺ ഫ്രം റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു പേരിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ ഈ പേര് സെലക്ട് ആയിട്ടുണ്ട്. രണ്ടാമതൊന്ന് വീണ്ടും ഒരു ഡാറ്റ വാലിഡേഷൻ ചെയ്യുന്നു. ഡാറ്റ വാലിഡേഷൻ ആഡ് റൂൾ ഡ്രോപ്പ് ഡൗൺ ഫ്രം എ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. അത് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഹെഡിങ്സ് ആണ്. ഓക്കെ കൊടുക്കുന്നു, ഡൺ കൊടുക്കുന്നു. ഇവിടെ നോക്കിയാൽ കാണാം സാലറി ഈ ഒരു ഹെഡിങ്ങും ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ടുണ്ട്, എംപ്ലോയി നെയിമും ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു 2-വേ ലുക്കപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഫോർമുല എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഈക്വൽ ടു എക്സ് ലുക്കപ്പ് സെർച്ച് കീ ഈ നെയിമിൻ്റെ F1 കൊടുക്കുന്നു,
കോമ ലുക്കപ്പ് റേഞ്ച് ഈ പേരുൾപ്പെട്ട ഡാറ്റ കൊടുക്കുന്നു, കോമ. ഇനി നമ്മൾ അടുത്ത ഒരു എക്സ് ലുക്കപ്പ് കൂടി തുടങ്ങുകയാണ്. എക്സ് ലുക്കപ്പ് വീണ്ടും ടാബ് കീ പ്രസ് ചെയ്യുന്നു, അതിൻ്റെ സെർച്ച് കീ കൊടുക്കുന്നു, കോമ. അതിൻ്റെ ലുക്കപ്പ് റേഞ്ച് നമ്മൾ ഇത് കൊടുക്കുന്നു, ഹെഡിങ്, കോമ. അടുത്തത് റിസൾട്ട് റേഞ്ച് നമ്മൾ ഈ എൻ്റയർ റേഞ്ചും കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബ്രാക്കറ്റ്, രണ്ടാമത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു എറർ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ ഒരു ഡാറ്റയും സെലക്ട് ചെയ്ത് കൊടുത്തില്ല. സാലറി നോക്കിയാൽ ഇവിടെ സെറ്റായിട്ട് കാണാം. ഇവിടെ ബാബുരാജ് നാഥൻ സാലറി ആനോ 15,3000. ദെൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ മാക്സിമം ബോണസ് എത്ര ഉണ്ടെന്ന് നോക്കാം. മാക്സിമം ബോണസ് 33,600 ഇവിടെ കാണാം. അടുത്തത് മാക്സിമം ഏണിങ്സ് എത്ര ഉണ്ട് നോക്കാം. മാക്സിമം ഏണിങ്സ് 1,86,660. ഒന്നുകൂടി നോക്കാം. ചിത്ര, ഇവർക്ക് മാക്സിമം ഏണിങ്സ് 18, 39,64. ഈ ഒരു ഐറ്റം, ഈ ഒരു കോളമാണ് ഡാറ്റയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാക്സിമം ബോണസ് നോക്കിയാൽ 0 ഇല്ല, മാക്സിമം ബോണസ് ഇല്ല. ദെൻ സാലറി നോക്കിയാൽ 18, 39, 64. ഇതാണ് 2-വേ ലുക്കപ്പ് ഫംഗ്ഷൻ. ഈ എക്സ് ലുക്കപ്പിലെ ഈ ഫങ്ഷൻസ് വിശദീകരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.